ആരാ? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണോ ആൻറ്റി ക്രൈസ്റ്റ്? അങ്ങനെ പറയുകയും ചെയ്യരുത്, കത്തോലിക്ക സഭയെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. ബൈബിളിനകത്തുണ്ട് അന്തിക്രിസ്തു ആരാന്ന്. ഉൽപ്പത്തി 49:10. ആദ്യം ആര് വരും? ഉൽപ്പത്തി 49:10 വായിച്ചിട്ടുമുള്ള ഉൽപ്പത്തി 49 10 വാക്യം വായിക്കാം. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജദണ്ഡ് കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകും. യഹൂദാ ഗോത്രത്തിലെ സിംഹമായി രാജാക്കന്മാരുടെ രാജാവായി നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും. യഹൂദ. അത് കഴിഞ്ഞിട്ട് 7 വർഷം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണം. ഉപദ്രവം മകോപദ്രവം. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് ആരും കുറ്റപ്പെടുത്തരുത്. ചിലർ പറയും ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറാന്ന്, പറയരുത്. ചിലർ പറയും പിണറായി വിജയനാന്ന്, ചിലർ പറയും ബരാക് ഒബാമയാന്ന്, ചിലർ പറയും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ്. പെന്തിക്കോസുകാർ ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തിക്കോണം. ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, യാക്കോബ് മക്കളെ വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ ഒരുവൻ്റെ ഗ്രൂപ്പിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് സിറിയ. വായിക്കാം ഉൽപ്പത്തി 49:17. അന്തിക്രിസ്തു ആര്? മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അല്ലെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷമല്ല. വായിച്ചാട്ട് 49:17. ദാൻ വഴിയിൽ ഒരു പാമ്പും. ഇന്നത്തെ സിറിയ അന്തിക്രിസ്തു വരുന്ന ദാൻ വഴിയിൽ ഒരു പാമ്പും ഒരു സർപ്പവും ആകുന്നു. ദാ കിടക്കുന്ന മഹാസർപ്പമായിട്ട് ഇവൻ വരാൻ പോകുന്നു. ഇനി മേളിലെങ്കിലും മോഡി സാറെന്നോ പിണറായി വിജയൻ സഖാവെന്നോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന് പറയുന്നത് സിറിയയിൽ നിന്ന് വരുന്നവന് യെരുശലേമിന്റെ ദൈവാലയം പണിയാൻ പറ്റത്തുള്ളൂ. സ്വോത്രം. യഹൂദന്റെ ജീനിൽ തള്ളപ്പെട്ട ഒരുവനാ ദാൻ ഗോത്രം. വെളിപ്പാടിലില്ല. അവന് മറ്റൊരു മതത്തിന്റെ അംഗീകാരത്തോടു കൂടി ഇന്ന് രാത്രി സിറിയയിൽ നിന്ന് പുറപ്പെടും. അത് കഴിഞ്ഞിട്ട് ഇറാൻ സപ്പോർട്ട്, ഇറാഖ് സപ്പോർട്ട്, ഗ്രീക്ക് വഴി ഇന്നത്തെ യൂറോപ്പിനെ പിടിച്ചടക്കുവാൻ ഒരേക ലോക ഭരണം വരാൻ പോകുന്നു. അതിൻ്റെ പേര് ന്യൂ വേൾഡ് ഓർഡർ, ഏകലോക ഭരണം. അതിനാസ്പദമായ ഇന്നത്തെ ചാനലുകളും സകലരും എഴുതുന്നു, G20 എഴുതുന്നു, ഏകലോക ഭരണം വാതിൽക്കലെത്തി. അതാ നിർമ്മലാ സീതാരാമൻ്റെ G20 ഉച്ചകോടി ദുബായിൽ നടക്കുന്ന ആഗോള സ്ഥാപനം. ലോക മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒരു കുട കീഴിൽ വരാൻ പോകുന്നു. ഒരു ഭരണത്തിന് വേണ്ടി ലോകം കാക്കുന്നെങ്കിൽ ഈ ഭരണം എപ്പോൾ വരും? ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് 2 കാര്യം. ദാനിയേൽ പ്രവചനം 7-8 വാക്യങ്ങൾ. 2 സയൻസ് പറയുമ്പോൾ ഇടവേള. ദാനിയേൽ പ്രവചനം 7-8 വാക്യങ്ങൾ വായിച്ചാട്ടെ. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. മൃഗം എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും കറുത്ത കരടിയോ പുലിയോ. ഈ മൃഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഹേരോദാവിനെ വിളിച്ചെന്താണെന്നറിയാം? കുറുക്കനെന്ന. അയ്യോ, ഹേരോദാവ് കുറുക്കനല്ല, അവൻ്റെ സ്വഭാവം കൊണ്ട്. അപ്പോൾ ഈരാറ്റുംപുറത്ത് ചിന്നമാമയുടെ കോഴിക്കൂട് അടിച്ചു തകർക്കാനും വന്നിട്ടില്ല. സ്വോത്രം. അതുകൊണ്ട് ഹേരോദാവ് അവൻ്റെ സ്വഭാവം കൊണ്ട് കുറുക്കൻ എന്ന് വിളിച്ചത്. മൃഗം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി. 4മതൊരു മൃഗം. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഇത് ബൈബിളും പ്രവചനം. 1 തല തങ്കം ബാബേൽ, 2 നെഞ്ചും കൈയും മേദ്യപാർസ്യ, 3 അരഭാഗം ഗ്രീസ്, 4 റോമാ സാമ്രാജ്യം. ഇപ്പോഴത്തെ ഭരണം ഏതാണെന്നറിയാമോ? ഇരുമ്പും കളിമണ്ണ് ജനാധിപത്യ ഭരണം. അത് കഴിഞ്ഞാൽ കാലിൻ്റെ 10 വിരല 10 കൊമ്പ്. അടുത്ത വായിച്ചാട്ട് മോളെ. വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. തിന്നുകയും വായിച്ചാട്ടെ. തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണകൂടത്തെ മുഴുവൻ അവൻ സാമ്പത്തികമായ യുദ്ധത്തിൽ കൂടി ചവിട്ടിക്കളഞ്ഞു. ഇവിടെ ഈ അടുത്ത വാക്ക് മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വച്ച് ഹിറ്റ്ലർ, മുസോളിനി, ഇങ്ങനെയുള്ള ലോകത്ത് മനുഷ്യരെ കൊന്ന ഭരണാധികാരികൾ വെച്ച് ഇവൻ ഇത് വ്യത്യാസമുള്ളതായിരുന്നു. ഒരു വ്യത്യാസമുള്ള ഒരു ഭരണാധികാരി വരാൻ പോകുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ദൈവമക്കൾ കരമുയർത്തണം. വെളിപ്പാടിൽ 10 കൊമ്പ്, ദാനിയേലിൽ 10 കൊമ്പ്. ഇന്ന് രാത്രി ഇതാ വചനം. പഴയ നിയമത്തിന്റെ വെളിപ്പാട് 27, പുതിയ നിയമത്തിന്റെ വെളിപ്പാട് യോഹന്നാൻ പത്മോസിൽ, ദാനിയേൽ ബാബേലിന്റെ കാരാഗ്രഹത്തിനകത്ത്. ഇന്ന് രാത്രി ഇവർ 2 പേര് തങ്ങളെ കണ്ടിട്ടില്ല, പക്ഷെ അവരോട് സംസാരിച്ചത് സ്വർഗത്തിന്റെ പ്രവചന ശബ്ദം. കരമുയർത്തുന്നവർക്കായി. ദാനിയേൽ യോഹന്നാനെ കണ്ടിട്ടില്ല, യോഹന്നാൻ ദാനിയേലിനെ കണ്ടിട്ടില്ല. ഒരാൾ പത്മോസിൽ കിടക്കുമ്പോൾ 10 കൊമ്പ്, മറ്റേത് ബാബേലിന്റെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പറയണം 10 കൊമ്പ്. ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങൾ പറയണം, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പാട്ടുപോകും. എന്നാൽ തിരുവചനത്തിലെ വള്ളിക്കോ പുള്ളിക്കോ യാതൊരു മാറ്റവുമില്ല. ഇത് സ്വർഗീയ രാജാവിൻ്റെ തിരുവെഴുത്ത്. 1400 കൊല്ലങ്ങൾ ആട്ടിടയന്മാർ, അതുപോലെ തന്നെ മീൻപിടുത്തക്കാർ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നവർ, അവരോട് ദൈവം സംസാരിച്ച തിരുവെഴുത്ത് 10 കൊമ്പുണ്ടായിരുന്നു. അടുത്തത് 4 ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ഇതാ ന്യൂ വേൾഡ് ഓർഡർ. എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. അങ്ങനെയെങ്കിൽ ആ കൊമ്പിൽ
ആ ചെറിയ കൊമ്പിൽ വായിച്ച അടുത്ത വാക്ക്. അതിനാൽ മുൻപിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഇന്ന് 3 കൊമ്പും വേരോടെ പറയും. എന്താ ബൈബിളും പ്രവചനവും? 3 ഭരണങ്ങളാ ലോകത്തിൽ. 1 രാജകീയ ഭരണം, ഗൾഫ് രാജ്യം മുഴുവൻ ഷേഖുമാർ, അതിനെ അവൻ തട്ടും. 2 ജനാധിപത്യ ഭരണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഭരണം ഏതാ? ഏകാധിപതികൾ. മിണ്ടുന്നില്ലല്ലോ, അങ്ങനെ ആയില്ലയോ? സ്വോത്രം. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞ എന്തുവെന്നറിയോ? മരിക്കുന്നത് വരെ ഞാനാ പ്രസിഡന്റ് എന്ന്. സന്തോഷമില്ലല്ലോ. അത് കഴിഞ്ഞ് ചൈനയുടെ പ്രസിഡന്റ് പറഞ്ഞ് മരിക്കുന്നത് വരെ ഞാനാ പ്രസിഡന്റ്. നമ്മുടെ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാൻ മോഡിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവിടെ എഴുതിയേക്കുന്ന മുദ്രാവാക്യം ഹിന്ദിയിൽ ആനേവാല ചുനാവോമേം ഹം ഖടാ ഹോയേഗാ. സ്വോത്രം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാനാന്ന് 2 കഴിഞ്ഞ് 3. സ്വോത്രം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറയുന്നത് നവകേരള ആരും നിൽക്കേണ്ട, ഞാൻ അടുത്തതിൽ ഞാൻ നിൽക്കാമെന്ന്. ഏകാധിപതികൾ. ബൈബിളിനകത്തൊരു വാക്യമുണ്ട് മക്കളെ, തിമത്തിയോസ് 2 തിമത്തിയോസ് 3:1-2 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, മനുഷ്യ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, അജിതേന്ദ്രിയന്മാർ, അതിനുശേഷം അപ്പനെ അമ്മയെ അനുസരിക്കാത്ത മക്കൾ അന്ത്യകാലത്ത് ഉണ്ടാവുമെന്ന്. അമ്മാമ്മ വിഷമിക്കേണ്ട, ഇതാ കാര്യം. ലെഫ്റ്റ് പറഞ്ഞാൽ അവൻ റൈറ്റേ പോകത്തുള്ളൂ, റൈറ്റ് പറഞ്ഞാൽ ലെഫ്റ്റും പോകും. സ്വോത്രം. ഇതെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്ക് എഴുതിയിട്ടുണ്ട്, ഉഗ്രന്മാർ. ഒരൊറ്റ ആൾക്കാർ പറഞ്ഞാലും കേൾക്കാത്ത ഭരണാധികാരികൾ. സ്വോത്രം. അവരാരെങ്കിലും രാജിവെക്കാൻ പറഞ്ഞാൽ നിനക്കെന്ത് കാര്യമെന്ന് ചോദിക്കും. സ്വോത്രം. അങ്ങനെ ഉഗ്രന്മാർ. ഇവരെ 3 കൊമ്പിനെ വീഴിച്ച് കളയും. 1 രാജാധിപത്യം, 2 ജനാധിപത്യം, 3 ഏകാധിപത്യം. ഈ 3 ഭരണങ്ങളെയും ഇവ ചവിട്ടിക്കളയും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും. അവിടെ നിർത്തിയാട്ട് മോളെ. ഇവൻ മനുഷ്യനെ നോക്കും. അതിൻ്റെ അർത്ഥമാ ലോകം മുഴുവൻ ഇന്റർനെറ്റ്. മനുഷ്യനെ നോക്കുമെന്ന് പണ്ട് പറഞ്ഞാൽ നിങ്ങൾ പറയും, പാസ്റ്റർ എന്താ പ്രസംഗിക്കുന്നത്? കാലം മാറിയില്ലയോ? സന്തോഷമില്ലല്ലോ. പണ്ട് നമ്മുടെ കീഴാറൂർ അപ്പച്ചനും അമ്മച്ചിയും, മകൻ ജോസ്, അവൻ്റെ മോള് ജോസ്മി, അവൻ ദുബായിൽ എഞ്ചിനീയർ. അത് കഴിഞ്ഞിട്ട് മകള് നേഴ്സ്. വൈകിട്ടൊരു വലിയ ടെലിഫോൺ വീട്ടിൽ വെച്ചൊക്കെ ഇത്രയും പൊക്കമുള്ള റിങ് 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 ഒറ്റയാടി. അച്ചായനും ഞാൻ ഫോൺ എടുക്കുക, ഹലോ ജോസ് മോനാണോ? അതെ അപ്പച്ച. ഇപ്പം എവിടെ? ദുബായിലോ? മോള് ജോലി കഴിഞ്ഞ് വന്നു. അപ്പം കഴിഞ്ഞ് വന്നു. എന്താ ഇന്നത്തെ ഭക്ഷണം? ചപ്പാത്തിയും ചിക്കൻ കറി. അപ്പോൾ അവൻ ചോദിക്കും, അപ്പച്ചനും അമ്മച്ചി എന്തോ കഴിച്ചു? ഞങ്ങൾ ഓട്സ് കാച്ചി കണ്ണിമാങ്ങയായിട്ട് മേശപ്പുറത്ത് വെച്ച് റിങ് കേട്ടുകൊണ്ടിരിക്കുമെന്ന്. സ്വോത്രം. അന്തക്കാലം മുടിഞ്ചാച്ച്. ഇന്ന് വൈകിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, കീഴാറൂരിൽ അപ്പച്ചനും അമ്മച്ചി 14 ഇഞ്ച് ലാപ്ടോപ്പ് എടുക്കും. സ്വോത്രം. ടേബിളെ വെക്കും. ഭിത്തിയിൽ ചെകുത്താൻ്റെ ഒരു മോഡവും 2 കമ്പും ഇരിപ്പുണ്ട്. സ്വോത്രം. വൈഫൈ ഒറ്റയടി. നേരെ ദുബായിലോട്ടൊരു കണക്ഷൻ. മോന് മെസ്സേജ് വരും. അവിടെ മേശപ്പുറത്ത് ജോലി കഴിഞ്ഞിട്ട് വന്ന ജോസ്മി മോളും അവനൂടെ കെൻഡക്കി ഫ്രൈഡ് ചിക്കനും വെച്ചിരിക്കുന്നു. സ്വോത്രം. അവർ ദാ അവിടെ തിന്നാൻ ഇങ്ങനെ ചിക്കൻ കാല് പിടിച്ചിരിക്കുന്നു. ഇവിടെ അമ്മച്ചി ഓട്സ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ലൈവ് കാണുന്നു. സന്തോഷമില്ലല്ലോ. കണ്ണിന് മുൻപിൽ അതാ ഇന്നത്തെ 4.5G ഇൻ്റർനെറ്റ്. റെഡിയായില്ലയോ? ഫേസ്ബുക്ക്, വാട്സപ്പ്, മെസ്സഞ്ചർ. ഇന്നത്തെ കാലത്ത് കണ്ടില്ലയോ പിള്ളേർ വണ്ടി ഇരുന്ന്, ചേച്ചി നീ എവിടെ പോകുന്നു, ചേട്ടാ എവിടെ പോകുന്നു, ഞാൻ നെയ്യാറ്റിൻകര ഇറങ്ങാൻ പോകുന്നു, കണ്ടിട്ടില്ലയോ? സന്തോഷമില്ലല്ലോ. പണ്ടത്തെ കാലമല്ല. ദാണ്ടെ മനുഷ്യൻ കാണും. അവനെ സാത്താൻ ലോകം മുഴുവൻ കാണാൻ പോകുന്നു. അതിന് നമ്മുടെ വഴിയാധാരമായ സ്വോത്രം ആധാറിൻ്റെ നമ്പരും ഐഡിയും കോവിഡ് വാക്സിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി സർപ്പം കവ്വ ഉപായത്തിൽ ചതിക്കുന്നത് പോലെ. അതുകൊണ്ടല്ലേ കോവിഡ് സാധാരണ സംഭവമാണോ? അതുകൊണ്ടല്ലേ സകല ആപ്ലിക്കേഷൻസും വന്നത്. പണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ദാണ്ടിരിക്കുന്നു. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വല്ലൊരു മൊബൈൽ കൊടുക്കുമായിരുന്നോ? അമ്മച്ചി വട്ടിയിലിട്ട് മേല് വെക്കുമായിരുന്നു. സ്കൂൾ അടച്ചപ്പോൾ അമ്മച്ചി ചാർജ് ചെയ്ത് കൊടുത്തു. ഏതൊക്കെ ആപ്പ്? ഗൂഗിൾ ആപ്പ്, ഫേസ് ആപ്പ്, പിന്നെ ഏത് സൂമ്. പിള്ളേർക്കറിയാത്ത ആപ്പില്ല, നമ്മളെയും കൂടെ ആപ്പാക്കി. സ്വോത്രം. സന്തോഷമില്ലല്ലോ. 85 വയസ്സുള്ള അപ്പച്ചന്മാർ വരെ വീട്ടിനകത്ത് കോവിഡ് കാലത്ത് ഞെക്കിയിൽ WW വീട്ടിലെ സഭായോഗം. സ്വോത്രം. അവരും കമ്പ്യൂട്ടർ പഠിച്ചില്ലേ, സെൻറ്ററിൽ പോയില്ലേ? ദാണ്ട് അപ്പച്ചന്മാർക്ക് കൊടുത്ത് എല്ലാവരും തങ്ങളെ കാണാൻ പറ്റുന്നു മുഖാമുഖം. ഇത് സാത്താൻ്റെ കയ്യിലെത്തും. നിങ്ങളിവിടെ ഒരു കാര്യം പറയാം, 2 മിനിറ്റ് വൈകുന്നെങ്കിലും. ഞാൻ ഈ നമ്മുടെ മാർത്താണ്ഡം കഴിഞ്ഞ് കളിക്കാവിള കഴിഞ്ഞ് അങ്ങ് പിരികോടെന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടെ പോയി. സ്വോത്രം. ഒരപ്പച്ചൻ്റെ കൺവെൻഷനാണ് പ്രസംഗിക്കാൻ പോയി. നല്ല കൺവെൻഷൻ. 2 ദിവസം വീട്. ഞാൻ പ്രസംഗിച്ച് വന്ന് കട്ടം നോക്കിയപ്പോൾ 85 വയസ്സുള്ള അപ്പച്ചൻ താഴെ ഇരുന്ന് സലീം രാജ് പാസ്റ്റർ ഞാൻ ലാപ്ടോപ്പ് ഇട്ട് ഞെക്കുന്നു. ഞാൻ തന്നെ വിചാരിച്ച് ഇത്രയും ടെക്നോളജി അറിയാവുന്ന ഞാൻ രാത്രി കട്ടൻ കുടിച്ചിട്ട് വെച്ച് അപ്പച്ച ആരോടെ സംസാരിക്കുക. ഓ പക്ഷേ എൻ്റെ മോൻ്റെ മോള് അവൾ ലണ്ടനിലാണ് ഉള്ളത്. മോള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കാണും. അവളോട് മുഖാമുഖം സംസാരിക്കണം. മാസം ഒരു ചില്ലറ അയച്ചു തരുന്നതെന്ന്. സ്വോത്രം. കൈമറയ്ക്കുന്ന അപ്പച്ചൻ മാർത്താണ്ടത്ത് പിരികോടിരുന്ന് അടിക്കുന്ന WW. സ്വോത്രം. നേരെ വാട്സപ്പ് വഴി, ലാപ്ടോപ്പ് വഴി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അത് മാത്രമല്ല, അതിനുശേഷമല്ലേ സൂം സകലതും. എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചില്ലേ? 4ാം ക്ലാസ്സിലുള്ള കുഞ്ഞു മുതൽ 85
5 പൈസയുള്ള അപ്പച്ചൻ വരെ കമ്പ്യൂട്ടറായി. അതുപോലെ ഇന്ന് വാട്സപ്പിൽ കൂടെ തങ്ങളിൽ കാണും, മെസ്സഞ്ചറിൽ കാണും, ഗൂഗിളിൽ കാണും, സൂമിൽ കാണും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ക്ലിയർ, അവൻ മനുഷ്യനെ നോക്കാൻ പോകുന്നു. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലാൻ പോകും, അതിന് വേണ്ടി വരിക. അതിൽ നമ്പർ 1. രണ്ടാമത്തെ കാര്യം വായിച്ചാട്ട് അവന് വമ്പ് പറയുന്ന 2 സയൻസ് പറഞ്ഞിട്ട് കാണിക്കും. വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. സാത്താൻ ലോകത്തോട് സംസാരിക്കും. പണ്ട് ഞങ്ങൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പറയും, പാസ്റ്റർമാർ എന്താ പറയുന്നത്, ദാണ്ട് നമ്മുടെ മൊബൈലിൽ ഒരു നല്ല അങ്കിൾ വന്നില്ലേ, പേര് ഗൂഗിൾ. സന്തോഷമില്ലല്ലോ, ഇന്ത്യക്കാർ ഒരുത്തനായത് ഉണ്ടാക്കിയ സുന്ദർ പിച്ച, അവനായി ഗൂഗിൾ ഉണ്ടാക്കിയത് കണ്ടില്ലേ, നല്ല അങ്കിൾ. അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾ പറയത്തിന് വൈകിട്ട് പഠിക്കാതിരിക്കുമ്പോൾ മമ്മിക്ക് ഒരു പുണ്ണാക്കും അറിയത്തില്ല, ഞാൻ ഗൂഗിളിനോട് ചോദിക്കാമെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. എല്ലാ കാര്യങ്ങളും പറയും. വീട്ടിലൊരു പണിക്കാരി വന്നാൽ 800 രൂപയും ഹോർലിക്സും കൊടുക്കണം, 300 രൂപ ചാർജ് ചെയ്താൽ ഗൂഗിൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ആവശ്യമില്ലാതെ അവൻ്റെ കൂടെ കളിക്കാൻ പോലെ. ഇന്ന് എത്ര നല്ലവനാ ഗൂഗിൾ. ഒറ്റശേഖരമംഗലത്ത് വന്ന് കീഴാറൂർ പോകാൻ വഴിവക്കിയിരിക്കുന്ന നാരായണൻ ചേട്ടനോട് ചോദിക്കണ്ട, ഗൂഗിളിനോട് ചോദിച്ചാൽ മതി. വേറെ കീഴാറൂർ, അവൻ പറയും 3 കിലോമീറ്റർ അവൈലബിൾ കീഴാറൂർ. എത്ര നല്ല ഗൂഗിൾ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സാത്താൻ നിങ്ങളോട് സംസാരിക്കും. എന്താണ്ട് ഗൂഗിൾ മാപ്പ് മലയാളം സംസാരിക്കും, സയൻസ് കേൾക്കണം. ഇന്ന് രാത്രി ഈ മണ്ഡലം കാട്ടാക്കടയാകട്ടെ, IB സതീഷ് സാർ വളരെ എൻ്റെ സ്നേഹിതൻ, ഇവിടെ ഇലക്ഷന് കോവിഡായിരുന്നു, വന്നില്ല. ഇവിടുത്തെ സഹോദരി രാവിലെ ഒരു ഫോൺ എടുത്തപ്പോൾ ഒരു സംസാരം, ഹലോ ഞാൻ സഖാവ് IB സതീഷ്, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം എവിടെ? അരിവാൾ ചുറ്റിക. സതീഷ് സാറിന് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾക്ക് സതീഷ് സാറിനെ അറിയത്തില്ല, മൊബൈലിൽ കൂടെ സംസാരിച്ചെന്ന്. സ്വോത്രം. തീർന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കോവിഡ് കാലത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് സംസാരിച്ചു. കേരളീയർക്ക് ഓണാശംസ നേരുന്നു. ഈ രാറ്റിൻപുറത്ത് ചായക്കട നടന്ന് നാണിച്ചേട്ടൻ 3:30 നോക്കിയപ്പോൾ 04711330. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളീയർക്ക് ഓണാശംസ നേരുന്നു. സന്തോഷമില്ലല്ലോ. തിരുവനന്തപുരത്തിൻ്റെ MP ശശി തരൂർ നിങ്ങളുടെ ഏത് വീട്ടിൽ വന്നിട്ടുണ്ട്? ചിന്നമാമ രാവിലെ നോക്കിയപ്പോൾ 047122 അടുത്ത നമ്പർ. ഹലോ, ഞാൻ ശശി തരൂർ, വിലയേറിയ സംവിധാന വശം കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തുക. കാര്യം കഴിഞ്ഞില്ലയോ? ഇന്ന് രാത്രി നമ്മുടെ പ്രധാനമന്ത്രി ആരാ? മോഡി സാർ. മൻ കി ബാത്ത്, മങ്കി ബാത്ത് അല്ല, കൊരങ്ങയും കീഴാറൂർ കുളിക്കാൻ പോയല്ല, മൻ കി ബാത്ത്. സ്വോത്രം. മൻ മനസ്സ് കി ബാത്ത് 100ാമത് എപ്പിസോഡ്. എത്ര പേര് കേട്ട്? 8 കോടി പേർ കേട്ടു. ഒറ്റയടിക്ക് 8 കോടി പേർ. ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് BSNL ഒരു സോഫ്റ്റ്വെയർ സംസാരിച്ചപ്പോൾ 8 കോടി പേർ കേട്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ നിങ്ങളോട് സംസാരിക്കും. IB സതീഷ് ഓട്ട് മുഖ്യമന്ത്രിയുടെ ഓണാശംസ, അതിനുശേഷം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്, ശശി തരൂരിൻ്റെ വോട്ടവകാശമെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ മതി മാറ്റുവാൻ. ഇന്ന് രാത്രി ഇസ്രയേലിൻ്റെ താഴ്വര, അവിടെ ഒരു സിറ്റി ഉണ്ട്, മെഗിദോ സിറ്റി. മെഗിദോ അവിടെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ 1000 മനുഷ്യൻ്റെ തലച്ചോറ് വലുപ്പത്തിലൊരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ മൊബൈലിൽ അടിച്ചാൽ കിട്ടും, വോയിസ് ട്രാൻസ്ലേറ്റഡ് സിറ്റുവേറ്റഡ് ഇൻ മെഗിദോ വാലി. 1000 മനുഷ്യൻ്റെ തലച്ചോറ് വലിപ്പം. അതിന്ന് 600 ഭാഷകൾ കൺവെർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ പെന്തിക്കോസ്തുകാർ CSIക്കാരോട് ഒരു വാർത്ത, നിങ്ങളുടെ ടെലിവിഷനകത്ത് ജോയിസ് മേയർ എന്ന് പറയുന്ന ഒരു അമ്മാമ്മ മലയാളം സംസാരിക്കുന്നവർ കേരളത്തിൽ പോലും വന്നിട്ടില്ല. അങ്ങനെ കേട്ടൊരു വല്ലതും ഉണ്ടോ? ജോയിസ് മേയർ, അവർ കേരളത്തിൽ വന്നിട്ടില്ല. അവർ ഇംഗ്ലീഷിൽ പറയുന്ന ഇസ്രയേലിൻ്റെ ഒരു സോഫ്റ്റ്വെയർ വാക്കി മലയാളത്തിൽ മാറ്റി കൊടുത്തു ജോയിസ് മേയർ. ആരും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ട. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാലേ സ്വോത്രം. ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, വൈകിട്ട് വന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനം. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു ചെറുപ്പക്കാരുണ്ട്, ഒക്കാരിക്കുന്ന മേടയിലിരിക്കുന്ന ഊളി ചെയ്ത കർത്തൃവേലക്കാർ വണക്കം. സ്വോത്രം. ഇനി അത് വേണ്ട. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ട് ഞാൻ തമിഴ്നാട്ടിൽ പോയാൽ ഒരു മൈക്ക് എന്നാൽ തമിഴൊക്കെ ഊളിയക്കാർക്ക് വന്നന, പാടിന കൊളുവിനാർക്കും വന്നന. സ്വോത്രം. കമ്പ്യൂട്ടർ മാറ്റാൻ പോകുന്ന സോഫ്റ്റ്വെയർ ദാണ്ട് ഗൂഗിൾ മാപ്പ് മലയാളം സംസാരിക്കൂ. ഇന്ന് രാത്രി പണ്ട് തിരുവനന്തപുരത്ത് ആകാശവാണി റേഡിയോ നില. അപ്പം കീഴാറൂരിൽ റേഡിയോ പാർക്കുണ്ട്. അത് പഴയ മനുഷ്യർക്കറിയാം. തുറക്കുമ്പോൾ 5:30 ചേട്ടന്മാർ കൊച്ചുപീടിയായിട്ട് അവിടെ ഇരിക്കും. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്. വയലും വീടും രാമേന്ദ്രൻ്റെ വാർത്ത 7:30 പൂട്ടി സ്ഥലം വിടും. സ്വോത്രം. അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഈ ഗൂഗിൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. ഇസ്രയേലിൻ്റെ പർവ്വതനിരയായ മെഗിദോ താഴ്വരയിൽ വെച്ച് ഇന്ന് രാത്രി 600 ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ 1000 മനുഷ്യൻ്റെ തലച്ചോറ് വലിപ്പമുള്ള ഈ ഗൂഗിൾ 6000 ഭാഷ സംസാരിക്കാൻ പോകുന്നു. ലോക മനുഷ്യൻ അവൻ്റെ ശബ്ദം കേൾക്കാൻ പോകുന്നു. ലോകം ഒരുവൻ്റെ കരങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ ഗൂഗിളിൻ്റെ ശബ്ദം ഇന്ത്യക്കാരൻ സുന്ദർപ്പിച്ച് ഉണ്ടാക്കിയ ഗൂഗിൾ
മുകളിൻ്റെ ശബ്ദം ഒരു കാലത്ത് മെഗിദോ താഴ്വരയിൽ നിന്ന് ഞങ്ങളുടെ കർണപുടങ്ങളിൽ എത്തുന്നതിന് മുമ്പ് കാന്തൻ്റെ കാഹളം മധ്യാകാശത്തിൽ കേൾക്ക്. ഇന്ന് രാത്രി എതിർ ക്രിസ്തുവിൻ്റെ ശബ്ദം ഞങ്ങളുടെ ചെവികളിൽ മുഴങ്ങുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ ഉയർത്തെഴുന്നേൽക്ക്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഈരാറ്റിൻ പുറമെ കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, കോവിഡിൻ്റെ മറവിൽ ഫേസ്ബുക്കും വാട്സപ്പും മെസ്സഞ്ചറും 4.5G വന്ന് മനുഷ്യനെ മുഖാമുഖം കാണുന്നെങ്കിൽ താമസമിന സാത്താൻ മനുഷ്യനെ ദർശിക്കും. അവൻ്റെ കണ്ണ് ഞങ്ങളെ കാണുന്നതിന് മുമ്പ് അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. ഈരാറ്റിൻ പുറമേ യേശു വരാൻ കാലമായി. സ്തോത്രം. വായിക്കാം. അടിമയാക്കി. വെളിപ്പാട് 13:10 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ രാത്രി അവസാനിക്കും. ചാറ്റ് GPT ഇന്ന് ലോകം കാണുന്നതാ. ചാറ്റ് GPT വായിക്കാം. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അവിടെ നിൽക്കട്ടെ. വാക്യം മാറ്റല്. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. സകല മനുഷ്യനും ഇന്റർനെറ്റിന് അടിമയായി. ഇന്ന് രാത്രി ലോകത്തിലെ മയക്കുമരുന്ന് വ്യാപാരം, ബാങ്ക് തട്ടിപ്പ്, തീവ്രവാദം ഇതെല്ലാം നിർത്തണമെങ്കിൽ ഇന്ന് ലോകം പറയുന്നു മനുഷ്യൻ്റെ കയ്യിൽ ഒരു ചിപ്പ് കൊടുത്താൽ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം. അതിൻ്റെ പേര് ചാറ്റ് GPT. ഇന്ന് വന്നെങ്കിൽ ഫ്യൂച്ചർ ഫന്റാസിയ. അതിൻ്റെ ഇംഗ്ലീഷ് ഡോക്ടർമാർ കാണുന്നെങ്കിൽ അവർ പഠിപ്പിക്കുന്നു RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. പറയാം. കമ്പ്യൂട്ടറിനോട് ചോദിച്ചാൽ മനുഷ്യൻ്റെ രോഗം പറഞ്ഞു തരുമെന്ന്. സ്തോത്രം. അത്ര ക്ലിയറായിട്ട്. ഡോക്ടർ കണ്ടുപിടിക്കാത്ത രോഗം നെർവസ് സിസ്റ്റത്തിൽ കൂടെ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കും. ഒരു മനുഷ്യൻ്റെ തലച്ചോറ് കേൾക്കണേ, 3 ഘടകമാ: സെറിബ്രം, സെറിബെല്ലം, മെഡില്ല ഒബ്ലാങ്കേറ്റ. ഇത് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, മനസ്സിലാക്കണം. ഒരു മനുഷ്യനിൽ 1 മിനിറ്റിൽ 40 ചിന്തയാണ്. 1 മണിക്കൂറിൽ 2400 ചിന്തയാണ് ഒരു മനുഷ്യൻ്റെ തലയിൽ കൂടെ കടക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ചിന്ത കാനഡയിൽ വരെ എത്താം. പക്ഷേ ഇതൊരു ടവറിന് ഊറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഒരു ചിപ്പ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ, മൈക്രോ ചിപ്പ് കൊടുത്താൽ ടവർ വഴി മനുഷ്യൻ്റെ ചിന്തയെ ഊറ്റിയെടുക്കാം. അതുകൊണ്ട് ഇന്ന് യഹൂദൻ്റെ വ്യവസായിയായ എലോൺ മസ്ക് അവൻ പറയുന്നു, മനുഷ്യൻ്റെ തലയോട്ടി തുറന്ന് അവിടെ ഒരു മൈക്രോ ചിപ്പ് വച്ചാൽ അവൻ്റെ ചലനങ്ങൾ മുഴുവൻ എവിടെ അറിയാൻ പറ്റും? കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇനി തീവ്രവാദം, പണത്തട്ടിപ്പ്, കൊലപാതകം ഇതില്ലാതാക്കണമെങ്കിൽ ഇത് വേണം. ഒന്നാമത്തെ കാര്യം. 2, ടെക്നോ പാർക്കിലൊരു കമ്പനി, അവിടെ ഒരു പയ്യൻ 5 ലക്ഷം രൂപയ്ക്ക് ജോലി ചെയ്യുക. മോലാളിക്ക് ഒരു സംശയം, ഇവിടുത്തെ കാര്യങ്ങൾ മറിച്ചു കൊടുക്കുന്നു എന്നുള്ള. സ്തോത്രം. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സ്ഥലം വിടും. അതുകൊണ്ട് മുതലാളി കട്ടം മേടിച്ചു കൊടുത്തിട്ട് ഇവൻ്റെ കയ്യിലൊരു ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സംസാരം വരെ സാറ്റലൈറ്റ് വഴി പിടിച്ചെടുക്കാം. ആ ടെക്നോളജി ലോകം കാണാൻ പോന്നു. ഫ്യൂച്ചർ ഫന്റാസിയ. അതുകൊണ്ടാണ് മാർത്താണ്ഡം, ഇറച്ചിപ്പാലം, നട്ടാലം എല്ലാ കോളേജുകളിലും വന്ന്, നെയ്യാറ്റിക്കരയിൽ വന്നതാണ് CS. ഇതാ വരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പുതിയ കോഴ്സ് വന്നു, നിയന്ത്രിത മനുഷ്യൻ, AI. ചാറ്റ് GPT വഴി ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ അതിവേഗത കേട്ടോണേ, 4.5G വരായി. അതുകൊണ്ട് ലൊക്കേഷൻ തരും. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ GPS ആയി. മാറണല്ലോ, നല്ല സ്കൂളുണ്ട്, ക്രൈസ്റ്റ് നഗർ സ്കൂൾ. അവിടുത്തെ ഡ്രൈവർ പണ്ട് പിള്ളേരെ കൊണ്ടുവിട്ട് കന്യാസ്ത്രീയോട് പറയും, അമ്മച്ചി ഞാൻ കീഴാറൂരിൽ പോയി വണ്ടിയുടെ കാറ്റിയൊക്കെ കേട്ടത്. കാറ്റിയൊക്കെ തന്നെയല്ല അവൻ പോകുന്നത്. ഈരാറ്റുംപുറത്ത് വന്ന് കൊച്ചുപീടി അടിക്കാനാണ് പോകുന്ന. സ്വതന്ത്രം വണ്ടിയായിട്ട്. അത് അന്തക്കാലം. ഇന്ന് ഈരാറ്റുംപുറത്ത് വന്ന് നമ്മുടെ ഡ്രൈവർ ചെറുപ്പക്കാരൻ കൂട്ടുകാരനെയും കൂട്ടി കൊച്ചുപീടിയോ അവൻസോ അടിക്കാതിരിക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു GPS നമ്പറുണ്ട്. കന്യാസ്ത്രീ അമ്മച്ചി ലാപ്ടോപ്പിൽ ചെക്ക് ചെയ്യുമ്പം വണ്ടി കീഴാറൂരിൽ കാറ്റ് നോക്കാൻ പോയതല്ല, ഈരാറ്റുംപുറം അരുവിക്കര എന്ന് തണ്ണി അടിച്ചുകൊണ്ടിരിക്കുക. സ്വതന്ത്രം. ഒറ്റ വിളി അവന്, മോനെ വണ്ടി ഇവിടെ കൊണ്ടിട്ടേരം, നാളെ നിൻ്റെ ജോലി ഗുഡ് ബൈ ആണെന്ന്. സ്വതന്ത്രം. അതുകൊണ്ടായി GPS പിള്ളേർ കയറുന്നത് ഇറങ്ങുന്നതും കാണുന്നെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ 4.5 പതിപ്പെത്തി AI ക്യാമറ. അങ്ങനെ വല്ലവർക്കും അറിയാമോ? ഇതാ കിടക്കുന്നു
600 ചില്ലുവാനം ക്യാമറ, 700 ക്യാമറ ഇപ്പോൾ കേരളത്തിൽ 700. അത് ഈ തിരുവനന്തപുരത്തുകാരോടെ സർക്കാരിന് സ്നേഹം 110 ക്യാമറയും തിരുവനന്തപുരം. സന്തോഷമില്ലല്ലോ സോദരം? ഏറ്റവും കൂടുതൽ അടിച്ചു വെച്ചേക്കുന്നത് തിരുവനന്തപുരം സോദരം. എന്താ ക്യാമറ? കാസർഗോഡ് തലപ്പാടി മുതൽ കളിക്കാവിളക്കടുത്ത് ഇഞ്ചിവിള വരെ 700-ൽ പരം ക്യാമറ. കയറും വേണ്ട, വയറും വേണ്ട. എവിടെങ്കിലും കൊണ്ടുവച്ചാൽ 2 ചെകുത്താൻ്റെ മുള്ളു പോലെ ഇൻ്റർനെറ്റ്. എവിടെ? തിരുവനന്തപുരത്ത് നമ്മുടെ ശാസ്തമംഗലത്ത് കെൽട്രോൺ. ഒരു സോഫ്റ്റ്വെയർ, ഒരു കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്, 30 പണിക്കാരും ഇരിപ്പുണ്ട്. എല്ലാ വാഹനങ്ങളെയും നിരീക്ഷിക്കുന്നു. 50,000 വാഹനങ്ങൾക്ക് ഒരു ദിവസം ഒരു കമ്പ്യൂട്ടർ വഴി ഫൈൻ കൊടുക്കുന്നു. കര ഉയരുന്നില്ലല്ലോ അച്ചായ. 50,000 വാഹനങ്ങൾ, ഇഞ്ചിവിള മുതൽ കാസർഗോഡ് തലപ്പാടി വരെ 50,000 വാഹനങ്ങൾക്ക് കൽട്രോൺ ശാസ്തമംഗലത്ത് 30 പണിക്കാരിപ്പുണ്ട്. കമ്പ്യൂട്ടർ ഒന്ന് പടം എടുത്തു കൊടുക്കുക. അതുകൊണ്ടാണ് കേരളത്തിലെ ഗതാഗത മന്ത്രി ആൻ്റണി രാജ് സാർ പറഞ്ഞറിയാം, ഇന്ന് പെരുങ്കടമളയാണ്, നാളെ കീഴാറൂറായിരിക്കും. സന്തോഷമില്ലല്ലോ? വയറും വേണ്ട, കയറും വേണ്ട. പോലീസുകാർ എവിടെയെങ്കിലും കൊണ്ട് ചാർജ് ചെയ്ത് 2 മുള്ളും കൊടുത്ത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ നിന്ന് പടം പോകുന്നല്ലേ, പട പോകുന്നു. സ്വത്രം. അതുകൊണ്ട് അന്ത്യകാലം കാര്യം റെഡിയായില്ലേ? ഇന്ന് ക്യാമറയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സകല സ്ഥലത്ത് ഈ ക്യാമറ വെച്ച് സാറ്റലൈറ്റ് വഴി മനുഷ്യൻ്റെ ചലനം അവൻ നിരീക്ഷിക്കും. ഒരുവൻ്റെ കയ്യിൽ ലോകം. അതിൻ്റെ പേരാ അതിവേഗ ഇൻ്റർനെറ്റ്. ക്യാമറ വന്നപ്പോൾ ഒരു കാര്യം കൂടെ പറയാതിരിക്കുന്നത് ശരിയല്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എന്താ ക്യാമറ? വളരെ കുടുംബ പ്രശ്നം ഉണ്ടാക്കുന്നത് ക്യാമറ. നാടൻ ഭാഷ പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ കീഴാറുള്ളൊരു പയ്യൻ, അവൻ നെയ്യാറ്റിൻകര പോയപ്പോൾ കീഴാറൂന്ന് ഒറ്റയ്ക്കാണ് പോയെ. അവന് ബൈക്ക് എവിടെ നിന്ന് കിട്ടിയാണെന്നറിയാമോ? അവൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ വീട്ടുകാർ ഗിഫ്റ്റ് കൊടുത്ത ഹോണ്ട ബൈക്ക്. സ്തോത്രം. അവൻ്റെ ഭാര്യയുടെ പേരിലായി ബൈക്കിൻ്റെ RC മൊബൈൽ നമ്പർ. എന്തോ ചെയ്യാനാണ്? കീഴാറൂരിൽ നിന്ന് ചെറുപ്പക്കാരൻ നേരെ പോയപ്പോൾ മാരായ മുട്ടത്ത് വെച്ച് അവൻ്റെ കയ്യിലെ ഹെൽമറ്റുള്ള പരിചയമുള്ളൊരു പെൺകുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. സ്വോത്രം. അപ്പോൾ ചോദിച്ചു, മോൾ എവിടെ പോവാ? അമരവിളയിൽ പോവാ, കയറിക്കോളാൻ പറഞ്ഞു. മാരായ മുട്ടം കഴിഞ്ഞ് 1 കിലോമീറ്റർ ചെന്നപ്പോൾ വഴിയാധാരമായ ക്യാമറയിൽ ഒറ്റയടി. സ്വോത്രം. അപ്പോൾ അതിനകത്ത് ആരുടെ മൊബൈൽ നമ്പരാണെന്നറിയാമോ? ഇവൻ്റെ ഭാര്യയുടെ മൊബൈൽ നമ്പരാണ്. സ്വോത്രം. കെൽട്രോൺ തിരുവനന്തപുരത്ത് നിന്ന് ഭാര്യയുടെ വാട്സപ്പിലോട്ടൊരു മെസ്സേജ്, പുറേതാ ഒരു പെൺകുട്ടി തൊപ്പി വെക്കാതെ പോകുന്നു. നെയ്യാറ്റിൻകര എത്തുന്നതിന് മുമ്പ് കാര്യം തീർന്ന്. ഉടനെ ഭാര്യ വിളിച്ചു ചോദിക്കും, ചേട്ടൻ എന്നെയും കമത്തിയിട്ട് മാരായമുട്ടത്ത് നിന്ന് പെങ്കൊച്ചുമായിട്ട് കറങ്ങാൻ പോയില്ലേ? സ്വോത്രം. തീർന്നു. എല്ലാം ശരിയായി. രണ്ടാമത്, നിങ്ങളെ പിടിക്കുന്നില്ല, ഞാൻ എന്നെ പിടിക്കാം. ഞാനിവിടെ അമരവിള ഉദയംകുളകര കൺവെൻഷൻ വരുക. ബാലരാമപുരത്ത് വന്നപ്പോൾ പരിചയമുള്ള CSIയിൽ ഒരു ചേച്ചി ബസ് കയറാൻ നിൽക്കുന്നു. ഞാൻ സന്തോഷത്തിൽ അവരെ പള്ളി പ്രസംഗിച്ചുകൊണ്ട് ചേച്ചി ഫ്രണ്ടിലോട്ട് കയറാൻ പറഞ്ഞു. മകയുടെ കാര്യം നാടൻ ഭാഷ ചോദിച്ചാൽ ബെൽറ്റ് ഇടാൻ മറന്നുപോയി. സ്വോത്രം. ആറാലും മൂട്ടി വന്നപ്പം കഷ്ടകാലത്തിന് ക്യാമറ ഒറ്റയടി. സ്വോത്രം. എൻ്റെ RC ബുക്കിനകത്ത് നമ്പർ കൊടുത്ത ഭാര്യയുടെ. സ്വോത്രം. നെയ്യാറ്റിൻകര എത്തുന്നതിന് മുമ്പ് അവൾ ചോദിച്ചു, അച്ചായി കൺവെൻഷന് പോകുവാന്നോ ചേച്ചിയായിട്ട് കറങ്ങാൻ പോകുവാന്നോ? സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇന്ന് രാത്രി ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊരു വഴിയും കൂടെ പറഞ്ഞുതരാം. ചായ എനിക്ക് മേടിച്ചേരണം അടുത്ത ദിവസങ്ങൾ. നിങ്ങളിവിടെ കീഴാറൂർ അക്ഷയ CSC അവിടെ ചെന്നിട്ട് വണ്ടിയുടെ RC ബുക്ക് കൊടുക്കണം. അവിടെ ഇരിക്കുന്ന പെങ്കൊച്ചിനോട് പറയണം, മോളെ പരിവാഹൻ സൈറ്റ് ഒന്ന് അടിക്കാൻ പറയണം. പരിവാഹന് നോക്കുമ്പോൾ RC ബുക്കിൽ ആരുടെ നമ്പരാ? ഭാര്യയുടെ നമ്പരാന്ന്. അവൾ അറിയാതെ 20 രൂപ കൊടുത്ത് നമ്പർ തിരുത്തിക്കോണം. ആരെയും കയറ്റിക്കൊണ്ടുപോകാം. സന്തോഷമില്ലല്ലോ? ഫൈൻ കൊടുക്കണ്ട. സ്വോത്രം. അതുപോലെ സഹോദരിമാരെ ചേട്ടത്തേക്ക് അവരും ചെറിയ പുള്ളികളല്ല. വഴി കിട്ടുന്ന ചേട്ടനെ ഇവരും കൊണ്ടുപോകുന്നവരോ. സ്വോത്രം. അതുകൊണ്ട് സഹോദരിമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ RCയിൽ ചേട്ടൻ്റെ നമ്പരാന്ന്. ചേട്ടൻ അറിയാതെ 20 രൂപ കൊടുത്തിട്ട് ഒറ്റപ്പോക്ക് നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇതിന് പ്രത്യേക ചായ മേടിച്ച് തരണം കേട്ടോ. പരിവാഹന് കയറിയാൽ മതി. ഇനി നിങ്ങളുടെ തൊപ്പി വെച്ചില്ല 500 കൊടുത്താൽ മതി. ഇന്ന് രാത്രി ക്യാമറ വഴി ഏകദേശം 50,000 വാഹനങ്ങൾക്ക് പഴയിടുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ എവിടെ നിന്ന് ലൊക്കേഷൻ കമ്പ്യൂട്ടർ തരും. സ്വോത്രം. നിങ്ങൾ 2 പേരിട്ട് കൂടി ഇരിക്കണം കേട്ടോ. കേരളത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയ വിദ്യ എന്ന് പറയുന്നൊരു പെണ്ണുണ്ടായിരുന്നു, മാർക്ക് തട്ടിപ്പ് നടത്തിയത്. അതുകൊണ്ട് നമ്മുടെ ശ്രീമതി ടീച്ചർ ചോദിച്ചു, ഞാനൊന്നും അല്ലെങ്കിലും എൻ്റെ വിദ്യയെ. സ്വോത്രം. ചോദിച്ചത് വല്ലതും കേട്ടായിരുന്നു. സ്വോത്രം. അവൾ കോഴിക്കോട് നിന്ന് എറണാകുളത്ത് വരും പാസ്റ്റർമാർ. എറണാകുളത്ത് നിന്ന് വേറെ ട്രെയിനിൽ പോകും. ഇവൾ മൊബൈൽ ഉപയോഗിക്കത്തില്ല, ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇവർ കോഴിക്കോട് ടവർ നോക്കുമ്പോൾ കൊച്ചി വരും. കൊച്ചിയിൽ നിന്ന് അങ്ങനെ പോകും. എന്തായാലും അവൾ അവസാനം പോയി ഇവിടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്ന്, ഇവൾക്ക് ഇത്രയും മാർക്ക് ലിസ്റ്റ് തിരുത്തിയിട്ട് ഇതറിയത്തില്ലായിരുന്നു. ഇവളെന്ത് ചെയ്തു? കൂട്ടുകാരിയുടെ വീട്ടിൽ മൊബൈൽ ഓണാക്കിയില്ല. ആ സമയത്ത് ടവർ നോക്കിയപ്പോൾ സിം കാർഡിൻ്റെ ലൊക്കേഷൻ കാണിച്ചു. നിങ്ങൾക്കറിയാം,
മാരായമുട്ടം പെരുങ്കടവിള വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ കാണിക്കും ഇന്ന ടവർ. ഓഫ് ചെയ്താൽ പേരൂർക്കട മണ്ണാമൂല സൈബർ സെല്ല് സിമ്മ് വഴി വാച്ച് ചെയ്യുമ്പോൾ അവർക്കറിയാം ടവർ. അവൾ കോഴിക്കോട്ട് അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ചപ്പാത്തി എന്നുകൊണ്ടിരുന്നപ്പോഴാ എങ്കിലും എൻ്റെ വിദ്യയെ കൈക്കലാക്കി. സ്വോത്രം, സന്തോഷമില്ലല്ലോ. ഇതിൻ്റെ ടെക്നോളജി പറഞ്ഞുതരാം. 2 വേറെ പയ്യനുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ് തിരുത്തി വരുത്ത നിഖിൽ കേരള യൂണിവേഴ്സിറ്റി കായംകുളംകാരൻ. അവൻ ഇങ്ങനെ കർണാടകത്തിൽ പോയി കോഴിക്കോടൻ കൽവായൊക്കെ തിന്നിട്ട് കുമളിക്ക് പോകാൻ വേണ്ടിയാ വണ്ടി കയറിയത്. സ്വോത്രം. അവനെ പിടിച്ച കൂട്ടത്തിൽ എൻ്റെ പരിചയക്കാരൻ പ്രസംഗം കേൾക്കുന്ന ഒരു CI ഉണ്ടായിരുന്നു. അവൻ കോഴിക്കോട് നിന്ന് കയറിയ ഉടനെ ബാഗിനകത്ത് മൊബൈലുണ്ടായിരുന്നു. കോട്ടയത്തേക്ക് വരുന്ന മിന്നലിൽ അവൻ കയറിയ മിന്നൽ പോലെ കോട്ടയത്ത് വന്നിട്ട് കുമളി പോകാനാ. സ്വോത്രം. ഏറ്റുമാനൂർ വെച്ച് വണ്ടിയിൽ നിന്ന് അവർ പറഞ്ഞ നിഖിലേ രാവിലെ വാ, മധുരമില്ലാത്തൊരു ചായ കുടിക്കാമെന്ന്. സ്വോത്രം. ഞാൻ പോലീസുകാരനോട് ചോദിച്ച് സാറേ അവനെ കോഴിക്കോട് വെച്ച് പിടിച്ചുകൂടായിരുന്നു. അപ്പോൾ പറഞ്ഞ് അവൻ വണ്ടി മിന്നൽ പോലെ വരട്ടെ, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇറങ്ങത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. സ്വോത്രം. അവൻ്റെ കയ്യിൽ സിം കാർഡുണ്ട് മൊബൈലിനകത്ത്. ഈ നാട്ടിൽ കത്തിക്കുത്ത് നടത്ത പറയാൻ മോശമെങ്കിലും പറയോ, കുഴപ്പം കാണിക്കുന്ന സഹോദരങ്ങൾ സിം കാർഡ് മൊബൈലിൽ ഇട്ടിട്ട് തമിഴ്നാട്ടിലോ ഇറച്ചിപ്പാലത്തോ എവിടെയും പോയി ചൂണ്ടയിടാൻ പോകരുത്. പേരൂർക്കട മണ്ണാമൂല വഴി എങ്കിലും എൻ്റെ വിദ്യയും നിഖിലിനെയും പിടിച്ചോര് പിടിക്കും. ആ സമയത്ത് കുഴപ്പം കാണിച്ച സിം കാർഡ് ഈരാറ്റിൻ പുറത്ത് ചൂണ്ടയ്ക്കകത്ത് താഴെ ഇട്ടിട്ട് സ്ഥലം വിട്ടോണം. സ്വോത്രം. സിം കാർഡ് പിടിച്ചാൽ അതും പിടിക്കും. സ്വോത്രം. ഇതെല്ലാം സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ എനിക്ക് പറഞ്ഞു, അല്ലാതൊന്നുമല്ല. ഞാൻ ഇന്ന് നമ്മുടെ ജയകുമാർ ബ്രദറിനോട് കാര്യം സംസാരിച്ചു. ഓൺലൈനിൽ കാര്യങ്ങളെല്ലാം എൻ്റെ ചെയ്യുന്ന 2 സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ പേരൊന്നും ഞാൻ പറയത്തില്ല. അവർ പറഞ്ഞു അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മനുഷ്യൻ്റെ തലച്ചോർ കമ്പ്യൂട്ടർ ഊറ്റിയെടുക്കും. അർത്ഥം, ഒരു മൈക്രോ ചിപ്പ് കൊടുത്താൽ മനുഷ്യൻ എവിടെ നിന്ന് ലൊക്കേഷൻ തരും. അതിൻ്റെ പേരാ RNM. ആ ചിപ്പ് നിങ്ങളുടെ ലാപ്ടോപ്പുമായി മോണിറ്റർ ചെയ്താൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഏത് രോഗമുണ്ടെന്ന് ഈ കമ്പ്യൂട്ടർ വിളിച്ച് പറയും. കരമുയർത്താം. അതിൻ്റെ പേരാ ChatGPT. 16 വർഷമായി അമേരിക്കയിൽ രോഗത്തിൻ്റെ അവസ്ഥ അറിയാത്ത ഒരു പെങ്കൊച്ചിൻ്റെ ഒരു ചിപ്പ് കൊടുത്തിട്ട് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തപ്പോൾ അവളുടെ നെർവസ് സിസ്റ്റത്തിലുള്ള അണുവിനെ കമ്പ്യൂട്ടർ കാണിച്ചു കൊടുത്തു. ഡോക്ടർമാർ ഞെട്ടിപ്പോയി. ദാ കിടക്കുന്നു. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോവും. സകല മനുഷ്യന് കൊലപാതകം, തട്ടിപ്പ്, ബാങ്ക് കൊള്ള, റോബറി ഒന്നും നടക്കത്തില്ല. സകലരെയും ഒരു കമ്പ്യൂട്ടറിൽ കൊണ്ടുവരും. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അതിൻ്റെ പേരാ RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. ഇപ്പോൾ കേരളത്തിൽ ക്യാമറയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മുക്കിന് ക്യാമറ വെച്ച് മനുഷ്യൻ്റെ ചലനമറിഞ്ഞ് ഗൂഗിൾ വഴി സത്താൻ കാര്യങ്ങളെ നിയന്ത്രിക്കും. അവനടുക്ക വാതിൽക്കൽ ഏകലോക ഭരണം.